അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പിർസത്തെ സത്യവിശ്വാസിമാരെ, സഹോദരി സഹോദരന്മാർ, മക്കൾക്ക് അടിക്കാമ അത് പലപ്പോഴും ഞങ്ങളിൽ ഉണ്ടാക്കുന്നതായ ഒരു സംശയത്തിക്കർ. ആ വിഷയത്തിൽ ശ്രദ്ധിക്കണായത് എന്തിരല്ലോ, ഏത് ടൈമിലും എന്തുക്ക് വേണ്ടിത്ത് എങ്ങനെ അടിക്കാം, ഇത് ഞങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം, മനസ്സിലാക്കണം. ഇല്ലാണ്ടായെങ്കിൽ ഞങ്ങളെ മക്ക നാളെ ആഖിറത്തിൽ ഞങ്ങൾക്ക് പ്രതികൂലമായിട്ട് സാക്ഷി ചൊല്ലുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടാവും ചൊന്നതെത്തിക്കർ. മക്ക ചൊന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾക്ക് തന്നതായ അവൻ്റെ വലിയ അനുഗ്രഹത്തെ ഭാഗത്തിക്കർ, അമാനത്തെ തിക്കറ്. വ ഇന്നലി വലദിക അലൈക ഹഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ടിയത്, നിൻ്റെ മക്കളെ മേൽ എനിക്ക് ഹക്കുണ്ട്, ബാധ്യതയുണ്ട്. അപ്പോൾ അത് പൂർത്തിയാക്കണായത് ഓരോരുത്തരുടെ മേലും, ഓരോ അബ്ബറ മേലും, ഓരോ ഉമ്മമാരുടെ മേലും നിർബന്ധമായ വിഷയത്തിക്കർ. കേവല ഉമ്മമാർക്ക് മാത്രം സീമിതായത, അബ്ബമാർക്ക് മാത്രം സീമിതായ ഒരു വിഷയമാണ്. ഉടനെ മനസ്സിലാക്കണായത് എന്ത് കൈത്തിക്കറ് മക്കൾക്ക് ഞങ്ങൾ അടിക്കരുത്. പലപ്പോഴും ഞങ്ങളെ അർസ തീർക്കുക വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങളെ എന്തെങ്കിലും ഒരർത്ഥത്തിൽ ഉപദ്രാക്കിയതായ സന്ദർഭത്തിൽ, അങ്ങനെ പല കാരണം കൊണ്ടും അടിക്കിറങ്ങായിത്തിക്കിற ചൊമ്മത്തെ പേരൻസ് ചൊന്നത്. ഇവിടെ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണായ ഒന്ന് രണ്ട് വിഷയമുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ മക്ക ഖുർആൻ ഓതില്ല, അല്ലെങ്കിൽ നിസ്കരിക്കില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ചൊന്ന പണിയാക്കില്ല. അങ്ങനെ തുടങ്ങിയിട്ട് പല കാരണം കൊണ്ടും അടിക്കിറങ്ങുള്ളാർ. ഈ അടിക്കുന്നതായ സന്ദർഭത്തിൽ ശ്രദ്ധിക്കണായ വിഷയം എന്തിന്, എപ്പോഴത്തേക്ക് അടിക്കുക അനുവദനീയമില്ലത്, ആർക്ക് അടിക്കാം, ഇത് ഞങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇതിൽ ഞങ്ങൾ മനസ്സിലാക്കണായ ഒന്നാമത്തെ വിഷയം, ചെറിയ മക്കൾ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിയതിലേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കരുത്. 7 വയസ്സാകുമ്പോഴത്തേക്കും നിങ്ങൾ നിസ്കരിക്കുക പ്രോത്സാഹം കൊടുക്കുക, അല്ലെങ്കിൽ നിസ്കരിക്കുക നിങ്ങൾ ഓർഡർ ആക്കുക, അല്ലെങ്കിൽ ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ആ ഇബാദത്തുമായി ബന്ധപ്പെട്ടിട്ട് പഠിപ്പാട്ടണം. അതുക്കുള്ള എല്ലാ അവസരവും ഉണ്ടാക്കി കൊടുക്കണം, അതുക്ക് വേണ്ടിയിട്ട് പ്രേരേപണ കൊടുക്കണം, നിസ്കരിക്കുക വേണ്ടിയിട്ട് ചൊല്ലണം. 10 വയസ്സായിട്ടും നിസ്കരിക്കില്ലേണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിക്കാം ചൊന്ന രീതിയിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാടി എന്ന് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു വിഷയം, 10 വയസ്സ് തോല ഒരു മക്കൾക്കും അടിക്കുകയും അനുവദനീയ ഇല്ല. ഇനി ചില സന്ദർഭത്തിൽ അടിക്കണോ, എപ്പത് എങ്ങനെ അടിക്കാം, അതും കൂടി ഞങ്ങൾ മനസ്സിലാക്കണ വിഷയം. ഇപ്പോൾ ചില പേരൻസ് എങ്ങനെ ചൊന്നെങ്കിൽ, ഖുർആൻ ഓതില്ലെങ്കിൽ അല്ലെങ്കിൽ നിസ്കരിച്ചില്ലെങ്കിൽ തൊട്ടതും പിടിച്ചതും എല്ലാത്തും അടിക്കരുതായ ഒരു സ്വഭാവമുണ്ട്. അതേപോലെ എവിടെ അടിக்கிறേന്ന് ചൊന്നില്ല, അത് മുഖത്തുകാവും, തലക്കാവും, അല്ലെങ്കിൽ കൈകാവും, കാലുകാവും, എന്നെ അടിக்கிறേന്ന് ചൊന്നത്ത് പിടിക്കില്ല, എന്തിരത്തിൽ അടിக்கிறേന്ന് ചൊന്നത്ത് പിടിക്കില്ല. ചിലപ്പോൾ ഷൂൽ അടിക്കിറങ്ങുള്ളാറ്, ചെറുപ്പിൽ ചവിട്ടിറങ്ങുള്ളാറ്, കാലിൽ ചവിട്ടിറങ്ങുള്ളാറ്, കയ്യിലടിക്കിറങ്ങുള്ളാറ്, എന്തിരൊക്കെ ഇട്ട് അതിലടിക്കിറങ്ങുള്ളാറ്, കിച്ചണിൽ എന്തെങ്കിലും ഒരു സാമാൻ കിട്ടിയെങ്കിൽ അതിലടിക്കിറങ്ങുള്ളാറ്, കൈക്ക് കിട്ടതായ വസ്തു കൊണ്ട് അടിക്കിറങ്ങുള്ളാറ്, ബെൽറ്റിൽ അടിക്കിറങ്ങുള്ളാറ്. വർക്കത്തുകും അത് തീരാ ചൊന്നതായിത്തേക്ക് ഒന്നാമതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കണമായിട്ട് 4 വിഷയം പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കും. ഒന്നാമത്തത്, വർക്കത്തുകും അടി ചൊല്ലുന്നത് കിടാവുകു അടിക്കുന്നതായ കിടാവുകു ഗായ ആക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ശരീരത്തിൽ തൊന്തരാവുക തീരാം. ഒന്നാമത്തെ വിഷയം മനസ്സിലാക്കണ ഇതായിത്തേക്ക് ഗായാക്കിത്ത്, അല്ലെങ്കിൽ അടിരെ ആ ഒരു അച്ചി നിക്കിറ പോലെ അടിക്കരെ, അത് ഉണ്ടാവുക തീരാം. രണ്ടാമത്തെ വിഷയ, കിടാവുര ഇസ്സത്ത് എടുക്കുന്നതായ, അപമാനാക്കുന്നതായ, അല്ലെങ്കിൽ നിന്ദന ആക്കുന്നതായ രൂപത്തിൽ ആവുക തീരാം. എല്ലാവരും എതിരിൽ വെച്ച് അടിക്കരുത്, അല്ലെങ്കിൽ നിരക്കരങ്ങൾ എതിരിൽ വെച്ച് അടിക്കരുത്, ഫാമിലി ഞങ്ങൾ എതിരിൽ വെച്ച് തടിക്കരുത്. അങ്ങനെ ആവുകയും തീരാച്ചൊന്നതെത്തിക്കരുത്. മൂന്നാമത്തത്, ആവശ്യത്തുക യാറായിട്ട് അടിക്കുക തീരാം. എന്തൊരു ഒരു ഘട്ടന നടന്നിട്ട് അത് എത്ര ആവശ്യമുണ്ട് അത്ര മാത്രം,
അല്ലാണ്ട് ഒരു സംഭവം നടന്നപ്പോൾ അതിന് മുന്നോട്ട് നടന്നതായ ഘട്ടനെല്ലാം ചൊന്നുത്തു പിന്നും അടിക്കര്, അല്ലെങ്കിൽ എപ്പമാ ആക്കിയതായ വിഷയ ചൊന്നുത്തു പിന്നും അടിക്കര്, അതും തീരാ ചൊന്നതെത്തിക്കർ. നാലാമത്തെ വിഷയ ഞങ്ങ അടിക്കണായത് മക്കളെ നല്ലതുക്ക് വേണ്ടി തെറ്റിക്കും, മക്കളെ മസ്ലഹത്തുക്ക് വേണ്ടി തെറ്റിക്കും, അങ്ങനെ അദബുക്ക് വേണ്ടി തെറ്റിക്കും, അങ്ങനെ നല്ലതുക്ക് വേണ്ടി തെറ്റിക്കും. അത് ഞങ്ങൾ മനസ്സിലാക്കണായ വിഷയ ചൊന്നെങ്കിൽ ഞങ്ങൾക്ക് ഏതമാ ഒരു അർസം ഉണ്ടു, അല്ലെങ്കിൽ പർത്തിൽ എന്തമാ ഒരു ഘട്ടന ഇത്ത് അതിലെ ഒരു ಪ್ರಾಬ್ಲಮ್ಲು ಅದರ ഒരു ಟೆನ್ಷನ್ಲು ನಂಗೆ ಇಕ್ಕಿರ ಅಪ್ಪ ಇತ್ತಿಕ್ಕಿರು ಕಿಡಾವನ್ನೇ ಉಪದ್ರಾಕ್ರೆ അല്ലെങ്കിൽ ಅಪ್ಪ ಇತ್ತಿಕ್ಕಿರು ಕಿಡಾವನ್ನೇ ನಂಗೆ ചൊന്നത് കേൾക്കാത്തത്. അപ്പോൾ ആ അർസം കൂടിയിട്ട് തീർക്കൂല്ലേ ഒരു വസ്തല്ല അല്ലെങ്കിൽ ഒരു വ്യക്തിയല്ല കിടാവു ചൊന്നത്, അങ്ങനെ അടിക്കുകയും തീരാം. അതേപോലെ ഞങ്ങൾ മനസ്സിലാക്കണായത് ചെറിയ എന്തെങ്കിലും ഒരു വസ്തുല എത്തിക്കൊണ്ട് അടിക്കണായത്, ചെറിയ ഒരു വസ്തു, അത് ചിലപ്പോൾ പെന്നിര ഒരു സൈഡിൽ പെന്നിര ഒരു പെന്ന് ಅದರ ഒരു ഭാഗത്തിൽ നിന്നിട്ട്, അല്ലെങ്കിൽ ഇനി കോളിലുണ്ടായെങ്കിൽ അതിലൊരു ചെറിയൊരു കോളർ കണ്ടെത്തിൽ നിന്നിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ട് അടിക്കണായത്. വലിയ എന്തെങ്കിലും ഒരു ബസ്ത് എടുത്തിട്ട്, വലിയ നാഗരബത്ത് എടുത്തിട്ട്, അല്ലെങ്കിൽ ബെൽറ്റ് എടുത്തിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതിനും അടിക്കുക തീരാ ചൊന്നത് എത്തിക്കാർ. അപ്പോൾ ഇത്തരം വിഷയം അങ്ങ് എന്താക്കണോ അടിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണായ വിഷയത്തിക്കർ. ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിടാവും എന്താക്കല്ലേ ഒരാളും അടിക്കോ പോലെ. കാരണം ഞങ്ങളുടെ അടിക്കുന്ന സാഹചര്യം നോക്കൂ, എന്തെങ്കിലും ഞങ്ങളൊരു അർസവും ഞങ്ങളൊരു ടെൻഷൻ അത് തീർക്കും എത്തിക്കരു കിടാവ് അല്ലെങ്കിൽ മക്കളെ ഞങ്ങൾ തിരഞ്ഞെടുക്കരുത്. അത് ഓർക്കത്തുക്കും തീരാ ചൊന്നത് എത്തിക്കരു ഞങ്ങൾ മനസ്സിലാക്കണായത്. നോക്കൂ, ഷെയ്ഖ് സുലൈമാൻ റുഹൈലി അഫിലുള്ള അയാൾ ഒരു ഘട്ടന ചൊല്ലത് ഞങ്ങൾ കാണുക സാധിക്കരുത്. ഒരു വ്യക്തി അയാൾ ഇങ്ങനെ നിസ്കരിക്കാണ്ടിരിക്കരുത് കാണ്ട്, അങ്ങനെ അയാളോട്ട് ഇങ്ങനെ പൽക്ക പറഞ്ഞപ്പോൾ അയാളെ മനസ്സിൽ ആ ഒരു ഭയങ്കരമായ ഒരു ബേജാറ് അല്ലെങ്കിൽ ആ ഒരു വിഷയം നീണ്ടുപോയി. ചെരിയക്കുമ്പോഴത്തേക്കും നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അബ്ബ നിരന്തരമായിട്ട് ആ കിടാവരെ അടിച്ചോണിന്ത്. അങ്ങനെ ആ വ്യക്തിയെ അടിച്ചോണിന്ത് ചെറുതിൽ അയാളെ മനസ്സിൽ നിസ്കാരത്തൊട്ടികമേ ഉള്ളതായ ആ പിർസ പോയിട്ട് പിന്നെ നിസ്കാര ചൊന്നെങ്കിൽ അർസ എത്തിക്കർ ഭയങ്കര ഒരു ഹേട്ട് എത്തിക്കർ മനസ്സുള്ളത് നിസ്കാരത്തെ വിഷയത്തിൽ. കാരണം അതിൻ്റെ പേരിൽ എത്തിക്കർ നല്ലപോലെ അടിത്തിണ്ടത്. അതുകൊണ്ട് തെറ്റിക്കർ ആ മനുഷ്യൻ നിസ്കാരത്തമേ അർസബന്ധ അല്ലെങ്കിൽ നിസ്കാരത്തൊട്ടിക്കുള്ളേ എല്ലാ അർത്ഥത്തുള്ളതായ വെറുപ്പും ദേഷ്യം ആ മനുഷ്യനുണ്ട്. അതുകൊണ്ട് തെറ്റിക്കർ നിസ്കരിക്കാണ്ടേ ഇക്കിരെ ചൊന്നത് ഞങ്ങൾക്ക് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളുള്ള അയാളെ ഒരു അനുഭവത്തിൽ ഞങ്ങൾക്ക് ചൊല്ലും. പിന്നെ അയാളെ കൗൺസിലിംഗ് ആക്കി തരുന്ന അൽഹംദുലില്ലാ അയാൾ പിന്നെ സമായത്തിക്കർ ഷെയ്ഖ് വിവരിച്ച് തണ്ടത്. ഏതായാലും സഹോദരന്മാർ, ഇത് പലപ്പോഴും ഉണ്ടാവുന്നതായതായ നടക്കുന്നതായ ഘട്ടനങ്ങൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ, ഇപ്പോൾ ഖുർആൻ ഓതുക ചൊന്നതായ ടൈമിൽ ഓതിത്തില്ല, അല്ലെങ്കിൽ ചെറിയ ചെറിയ വിഷയത്തിൽ പിന്നെ ആ കിടാവും അതൊരു ഒട്ടിക ഒരു പകയത്തിക്കർ എന്ത് നിസ്കാരഭാവ എന്ത് ഖുർആൻ ഓത്തു ഇതിന് പേരിലല്ലേ എനക്കടിക്കര്. അപ്പോൾ ആ സന്ദർഭത്തിൽ അങ്ങ് ആക്കുവാർ ചിലപ്പോൾ എന്ത് അബ്ബറെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഉമ്മറെ പേടിച്ചിട്ട് ആയെങ്ക അത് അങ്ങനെ കാലാകാല അങ്ങനെ ജീവനത്തിൽ അത് ഇക്കല ചൊന്നത് എത്തിക്കരുത്. പിന്നെ ബലിയാകുമ്പോഴത്തേക്കും അങ്ങെന്താക്കുവാർ അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് പോണ്ടാർ. അപ്പോൾ ഏതൊരു വിഷയം മക്കൾക്ക് ചൊന്ത് കൊടുക്കണായത് നല്ല നസീഹത്തോട് കൂടി തെറ്റിക്കണു, നല്ല പിർസപ്പാടോട് കൂടി തെറ്റിക്കണു. അങ്ക് അതുകൊണ്ടത്ത് കിട്ടുന്നതായ റിവാർഡ് എന്തിന് അത് നിരന്തരമായിട്ട് ചൊല്ലണം. ഞങ്ങൾ എങ്ങനെ ചൊന്നെങ്കിൽ ഒർക്ക രണ്ട് വട്ടം ചൊന്ന പിന്നെ അവൻ ആക്കിത്തില്ലേ പിന്നെ അടി സ്റ്റാർട്ട്. എവിടെ അടിക്കര്, ആരെതിരിൽ അടിക്കര്, എല്ലാവരുടെ എതിരിലും ഇജ്ജത്ത് എടുക്കുന്നതായ രൂപത്തിൽ അടിക്കര്, എല്ലാവരുടെ എതിരിലും മാനമര്യാദ എടുക്കുന്നതായ രൂപത്തിൽ അടിക്കര്. ഒർക്കത്തും തീരാന്ത് ഇസ്ലാം അനുവദിച്ച് തണ്ടില്ലേ പിന്നല്ലേ ഇതൊരു അമാനത്തല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ ആഖിറത്തിൽ ഞങ്ങളുടെ ആ വിഷയത്തിൽ കേട്ടെങ്കിൽ എന്തെത്തിക്കരും ഞങ്ങൾ ചൊല്ലുക പോകേണ്ടത്. അതുകൊണ്ടൊത്തും ഞങ്ങൾ അർസ തീർക്കുക, ഞങ്ങൾക്കുള്ളതായ ടെൻഷൻ തീർക്കുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ട് ശക്തിയുള്ള ഉണ്ട് ചൊന്ന് തീർക്കുക ഉള്ള ഒരു സംവിധാനം അല്ല മക്ക ചൊന്നത്. അത് മാത്രമല്ല ഉലമാക്കന്മാരെ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തൻ്റെ നെനപ്പാക്കി തൻ്റെ എണ്ണൂറ് വിഷയം എന്താ ചൊന്നെങ്കിൽ താങ്ങുക ആ ഒരു പോലത്തെ മക്കകെ അടിക്കണമെന്ന് ചൊന്നത് എത്തിക്കർ. എങ്ങനെ അടിക്കണു ചൊന്ന ഏതിൽ അടിക്കണമെന്ന് ചൊന്ന അതും അടിക്കണായതാർക്ക് താങ്ങുക ആവൃതായ മക്ക. ചില മക്ക ഭയങ്കര വീക്ക് ഇക്കറാർ തെല്ലുപോലും താങ്ങുക സാധിക്കാൻ അങ്ങനത്തെ മക്കൾക്ക് അടിക്കുക തീരാൻ. അപ്പോൾ അങ്ങനെ താങ്ങുക ആവറു ചൊന്നു തുല്യതായ മക്കൾക്ക് മാത്രം അടിക്കണം. അടിക്കനായ സന്ദർഭം അടിക്കനായ ശൈലിയും അങ്ങനെ എത്തിക്കര്, മുഖത്ത് കടിക്കര് അല്ലെങ്കിൽ തലക്കടിക്കര് അല്ലെങ്കിൽ ആ രീതിയിലല്ല. അത് അടിക്കുമ്പോൾ ഗായാവാത്ത രൂപത്തിൽ ചെറിയ ബസ്തിൽ മര്യാദ എടുക്കാത്ത രൂപത്തിൽ ഞങ്ങളെ അർസ തീർക്കുകയല്ല, കിടാവുറ മസ്ലഹത്തുക്ക് വേണ്ടിയിട്ട് നല്ലതിക്ക് വേണ്ടിയിട്ട് അടിക്കണം. അപ്പോൾ ആ കിടാവും ഫീലിംഗ് ആവും, ഞാൻ ഇങ്ങനെ ആക്കിയിട്ടായെങ്കിൽ അബ്ബക്ക് അർസമുണ്ട്, ഇങ്ങനെ ആക്കിയിട്ടായെങ്കിൽ അബ്ബ അത് ഇഷ്ടപ്പെടില്ല, ഇങ്ങനെ ആക്കി ഉമ്മ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടത്ത് അത് വേണ്ട, ഞാൻ അങ്ങനെ ആക്കില്ലേ ചൊല്ലത്. ഞങ്ങൾ മെൻ്റലി ആയിട്ട് മക്കളെ ബദലാവണ ആക്കണം. ഒർക്കത്തും ഞങ്ങൾക്ക് ശക്തി ഉണ്ട്, ഞങ്ങൾക്ക് ആരോഗ്യം ഉണ്ട് ചൊന്നത്ത് അത് കാട്ടിത്ത് തീർക്കുക ഉള്ളതായതല്ല ബദലായിട്ട്. ഇതിലും ഇസ്ലാം കൃത്യമായിട്ടുള്ള നിലപാട് ചൊന്തണ്ട്. ഒർക്കത്തും ഞങ്ങളെ മക്ക
ഞങ്ങളെ അർസപ്പെട്ടതായ അല്ലെങ്കിൽ ഞങ്ങളുമേ വെറുക്കുന്നതായ ഞങ്ങളുമേ അർസപ്പെടുന്നതായ ഒരു വിഷയ ഉണ്ടാകുത്തിര നല്ല പിരിസപ്പാടോട് കൂടിയിട്ട് ആവണു മക്കളെ നല്ലതുക്ക് എടുത്താവണു ആഖിറത്തിൽ സ്വർഗത്തിൽ ഞങ്ങളെ മക്കും ഒട്ടിಗೆ ജനാത്തുൽ ഫിർദൗസിൽ ഉണ്ടാവണു ചൊല്ലി ഉദ്ദേശിക്കണു അങ്ങനെ ആ രീതിയിൽ നല്ല ഒരു രൂപത്തിലെത്തിക്കണു ഈ വിഷയം ഞങ്ങൾ സ്വീകരിക്കണായത് ഒർക്കത്തും ആൾമാരുടെ ഇടയിൽ പലപ്പോഴും ഉണ്ടാവുന്നത് എത്തിക്കരുത് ആൾമാരുടെ ഇടയിൽ ഇജ്ജത്ത് എടുത്തിട്ട് മര്യാദ എടുത്തിട്ട് അടിക്കരുത് ആ രൂപത്തിൽ കാണുക സാധിക്കരുത് തലകടിക്കരുത് കയ്യിൽ അടിക്കരുത് എങ്ങനെ അത് അടിക്കരുത് ചില ആൾമാർ അടിച്ചതിൽ ആ മക്കളെ ശരീരത്തിൽ അതിരെ അടയാള പോലും കാണ്ട് അതിരെ നൊമ്പല പോലും കാണ്ട് കുലിപ്പാട്ടുമുത്ത് പോലും മക്ക ഉൾപ്പെടുന്നതായ ഒരു സാഹചര്യം ഉണ്ടാവൂ അത് ബടി കൊണ്ടുത്താവട്ടെ കൈ കൊണ്ടുത്താവട്ടെ അത് തീരാച്ചൊന്നത് എത്തിക്കരു ഇസ്ലാം പഠിപ്പാട്ടത് ബദലൈത്ത് കൃത്യമായിട്ട് നല്ല പിർസപ്പാടോട് കൂടിയിട്ട് നല്ല രൂപത്തിൽ ചൊന്നിട്ടായെങ്കിൽ നിരന്തരമായി ചൊല്ലത് കൊണ്ടുത്തു അത് ഉപകാരം ഉണ്ടാവും ചൊന്നത് എത്തിക്കരു ഞങ്ങൾ ബിരുദിക്കൊന്ന് ആലോചന ആക്കി നോക്കൂ ഞങ്ങളെ ജീവനത്തിൽ എത്രമാ തപ്പം കൊണ്ടു എത്രമാ ക്ലാസ്സസ് ഞങ്ങൾ കേൾക്കുക എത്രമാ ഹുത്തുബ ഞങ്ങൾ കേൾക്കുക എത്രമാ ഉപദേശങ്ങൾ കേൾക്കുക എന്നിട്ടും ഞങ്ങൾ അത് ബദലാവണായിട്ടില്ല മക്ക മാത്രം ചൊന്ന സാത്തുക്ക് ബദലാവണ ആവണു ചൊല്ലത് അത് ഒർക്കത്തുക്കും ഞങ്ങൾ ചിന്തിക്കുക തീര അങ്ങനെ ആഗ്രഹിക്കുന്നു ആയെങ്ക ആ രൂപത്തിൽ ആയില്ലെങ്കിൽ പിന്നെ അർസ പണ്ടത് ഞങ്ങൾക്കുള്ള ചെരുതിൽ കുറേയുള്ള കിട്ടിയത് അതുകൊണ്ടിട്ട് ഞങ്ങളെ മക്ക അടിക്കരുത് ആ രൂപവും സ്വീകരിക്കുക തീര ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് ഞങ്ങൾക്ക് ഉണ്ടാവണം ഞങ്ങളെ മക്ക ഞങ്ങൾക്ക് ഉപകാരപ്രദമായ മക്കായി തീരണു അത് ഈ രീതിയിലുള്ളതായ ആരോഗ്യകരമായിട്ടുള്ളതായ ഉപദേശവും ആ രൂപത്തിലുള്ളതായ പിർസും ഉണ്ടായെങ്കിൽ മാത്രം അത് സാധിക്കരുത് ഈ നിബന്ധനകളും പാലനാക്കി തെറ്റിക്കണു അടിക്കണായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെ കൃത്യമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും നമുക്ക് തൗഫീഖ് തരട്ടെ വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.